തമ്പി ബാലേന്ദ്രൻ തുമ്പി. തുമ്പി ബാലേന്ദ്രൻ തമ്പിയമ്മ. പോയിക്കോണം അവിടെ നിന്ന്. ഞാൻ പടവലത്തെ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളായിരുന്നു. ആ പിള്ളേരുടെ കയ്യിലിരിക്കണ പട്ടിയുടെ പൂച്ചിട്ടൊക്കെ ശല്യം സഹിക്കാൻ പറ്റാണ്ടാണ് ഓടിച്ചാടി ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ അതിനൊക്കെ കാണാം. അമ്മ തുമ്പി പാവാ അമ്മ. ഓ തുമ്പി ഇതിന് എവിടെന്നാ കിട്ടുന്ന അവിടെ കൊണ്ടാ കളഞ്ഞേക്കട്ടാ. അയ്യോ അതൊക്കെ ഒരുപാട് സമയം എടുക്കുമ്പോ, ഭയങ്കര ദൂരമല്ലേ. പിന്നെ ഞങ്ങളൊക്കെ തുമ്പിയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി അല്ലേ അച്ഛാ? എടി നമ്മുടെ മരിച്ച രാമമാനാടി. മരിച്ചോ രാമമാമനാ? ഓ അങ്ങനെ ഒരു കഥയും കൂടെ ഉണ്ട്. കഥയല്ലേ, സത്യമാണ്. ഞാനും രാമമാനും എന്തൊക്കെ സംസാരിക്കുന്ന അറിയാമോ? ഓ സംസാരിക്കും. നിങ്ങളത് കേൾക്കുകയും ചെയ്യും. ഇതിന്റെ പേരിൽ എന്ത് തോന്നിയ സമയം കാണിച്ചു കൂട്ടാലോ. കള്ളും കുടിച്ച് വന്നിട്ട് ഇരിക്കണ ഇരിപ്പുണ്ടില്ലേ? ഇതിന്റെ രാമമാമൻ പറഞ്ഞിട്ടാണോ? ഞാനും രാമമാനും കുറെ സംസാരിക്കുമ്പോൾ വിഷമങ്ങൾ അങ്ങോട്ട് ചെല്ലും പറയും. രാമമാവനും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. അപ്പൊ എന്റെ വിഷമം തീരാൻ വേണ്ടി മാമൻ കള്ളു കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുടിച്ചു, ഇത്രേ ഉള്ളൂ. ഓ പൂച്ചയുടെ മറവില് രാമമാമന്റെ പേരും പറഞ്ഞ് എന്ത് തോന്നിയ സമയം കാണിച്ചു കൂട്ടാലോ. മാമന്റെ മുമ്പിൽ ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ? പണ്ട് മാമന്റെ മുമ്പിൽ ഞാൻ പൂച്ചക്കുട്ടി, ഇപ്പൊ എന്റെ മുമ്പിൽ മാമൻ പൂച്ചക്കുട്ടി. കറക്റ്റ്, അതാണ്. എന്ത് കറക്റ്റാന്നാണ്? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു തരത്തിൽ ഈ പൂച്ചനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് വേണ്ടി സമ്മതിക്കമ്മ. കൊച്ചിന്റെ ആഗ്രഹമല്ലേ അമ്മ, സമ്മതിച്ചു കൊടു. നടക്കൂല അമ്മ. എന്താമോ ആയി, ഇതിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല അമ്മ. എന്റെ രാമമാവനെ ഞാനും നോക്കിക്കോളാം. വേണ്ട, അച്ഛൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞല്ല കേശു, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അമ്മ തുമ്പിയുടെ കാര്യത്തിൽ എന്ത് ഡീൽ വേണമെങ്കിലും വെച്ചോ, അതൊക്കെ ഞങ്ങൾ അനുസരിച്ചോളാം. അമ്മ പ്ലീസ് അമ്മ പ്ലീസ്. ഇവിടത്തെ ന്യായോടി നിനക്ക് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാരും വേണ്ടെന്ന് നോക്കണോ? ജനാധിപത്യ രാഷ്ട്രമല്ലേ ഇത്? ഞാൻ കാരണം നിങ്ങളെ ജനാധിപത്യത്തിന് ഒരു കോട്ടം തട്ടണ്ട. പക്ഷെ ഒരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ അമ്മ കണ്ടീഷൻ വെച്ചോ, ഞങ്ങൾ അനുസരിച്ചോളാം. ഈ പൂച്ചയുടെ കൂടെ ഇവിടെ എവിടെയും കാണാൻ പാടില്ല, ബെഡിലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇല്ല, വീട് 2 നേരം കേശ വൃത്തിയാക്കിക്കോളൂ. കിച്ചണിൽ പൂച്ചനെ കയറ്റാനേ പറ്റില്ല. പരിസരത്ത് പോലും കണ്ടുപോരുത്. പിന്നെ കിച്ചൻ പൂച്ചയുടെ അടുത്തോട്ട് വരുമോ? കണ്ണു കുടിച്ചിട്ട് സംസാരിക്കല്ലേട്ടാ. മാമ കൈ അങ്ങനെ ഉണ്ടാ. മാമ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ കെട്ടില്ലെന്ന്? ഞാൻ ഇപ്പൊ സഹിക്കാണ്. മാമ പറഞ്ഞ വാ കേട്ടിരുന്നെങ്കിൽ അന്തസ്സേക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങളെ തല്ലാറുള്ളത്? ഇപ്പൊ കൈ വാങ്ങിയില്ലേ? മാമ കൊണ്ടോണ്ടിരിക്കല്ലേ? അച്ഛാ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിച്ചിരുപ്പത്തേക്കും അതിന്റെ ഇടയിൽ കൊളാക്കല്ലേ. ഓ പറയട്ടല്ലേ ചു, കള്ളുപിടിച്ച് കഴിയുമ്പോഴല്ലേ ഉള്ളി കിടക്കണൊക്കെ പുറത്തേക്ക് ചാടി വരുള്ളൂ. അല്ലൊഴിഞ്ഞിട്ടല്ല, അല്ല സ്വബോധത്തോടെ നിന്റെ കാര്യം പറയണത്. അല്ലെങ്കിൽ എല്ലാ കുടിയന്മാരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറുള്ളൂ. അമ്മ അച്ഛാ, നിങ്ങൾ ഇനി സംസാരിച്ചതിന് ലാസ്റ്റ് അടിയിലെ കലാശിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഇത് വെച്ച് നിർത്തത്. അല്ലെങ്കിൽ എനിക്ക് കുടിയന്മാരോട് സംസാരിക്കാൻ താല്പര്യം. നിങ്ങൾ എന്താണ് മര്യാദക്കിരുന്നൂടെ? നിങ്ങൾ എന്നെ പിടിച്ച് തല്ലിയതാ അപ്പൊ? അമ്മ തുമ്പി. ഏത് തുമ്പി? ഇത് ആമ്പൂച്ചയല്ലേ? ഇത് ആരാ തുമ്പി എന്നൊക്കെ പേരിട്ടത്? തുമ്പി മാറ്റ്, പടവല കുട്ടമ്പളാന്നിട്ട് 2 സിൽക്ക് താടിയാണല്ലോ. ആഹാ, അങ്ങനെയാണെങ്കിൽ മാധവൻ തമ്പി എന്ന് വിളിക്കാം. ഇതേ കണ്ടില്ലേ, ആ കൊമ്പം മീശയും ഉണ്ട കണ്ണും വട്ട മുഖം. എന്ത് എന്നെ വിളിച്ചാൽ എനിക്ക് പകരം തിരിച്ചും വിളിക്കാം. മക്കളെ നിങ്ങൾ തമ്പി വളർത്തിക്കോട്ടോ. തമ്പിയല്ലമ്മ, തുമ്പി. നിങ്ങൾ തുമ്പിന്ന് വിളിച്ചോ, ഞാൻ പക്ഷേ തമ്പിന്ന് വിളിക്കുള്ളൂ. അതാ ചേരാ ഈ മുഖത്തിന്. തമ്പി എന്ത് ദൈവമായിട്ട് എനിക്ക് തന്ന അവസരമാണ്. ഇത്രയും കാലം എന്റെ അച്ഛനെ വിളിച്ചില്ലേ, ഈ അവസരം ഞാൻ പാഴാക്കോ? മോനെ തമ്പി അടങ്ങി ഒന്നെങ്കിൽ നിന്നോളോട്ടാ, കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടാ. ഉറക്കം തൂങ്ങണോ? ഉറക്കം തൂങ്ങല്ലേ? ഇതെല്ലാം ഇതിന്റെ അപ്രോച്ച് അനുഭവിക്കും. നിങ്ങൾ പറയാൻ കേട്ടില്ല. പിന്നെ ശിഷ്ടകാലം എങ്ങനെയും കഴിഞ്ഞ് പോവാ, അല്ല എന്ത് പറയാ. ഇപ്പൊ എങ്ങനെയുണ്ട് തുമ്പി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് സാരമില്ല, അമ്മയ്ക്ക് പതുക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ കുറുക്കത്തേക്കോടൊന്നും കാണിക്കല്ലേ. ഇല്ല. എന്നാ ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വരട്ടെ. കഴിക്കാനും കുടിക്കാനും വല്ലതും വേണോ? പാല് വേണം. ഞാൻ എടുത്തോണ്ട് വരാവേ. പക്ഷെ അടുക്കളയോട്ടൊന്നും വരല്ലേ. അടുക്കള എവിടെയാ? നീ പാത്രമൊക്കെ തട്ടിയിട്ടില്ലേ അവിടെ, അങ്ങോട്ടൊന്നും പോവല്ലേ, അമ്മ ഓടിക്കും. എന്നാ ഞാൻ പാലെടുത്തോണ്ട് വരാം. ശിവനെ കണ്ടില്ലല്ലോ ഇതുവരെ. പരീക്ഷയ്ക്കല്ലേ, ഫുൾ എക്സ്ട്രാ ക്ലാസ് ആണ്. പഠിച്ചോളും പിന്നെ, അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. അപ്പൊ ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നില്ലേ? അത് ശരിയാണ്. നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തോക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നിട്ട് ഞാൻ തോറ്റാ? അപ്പോഴാണ് ഞെട്ടിയത്. പോയ വെറുതെ എന്ന് പറയോ. അമ്മ കുറച്ച് പാല്. പാല് വേണോ? ലച്ചു ഗ്ലാസ് എടുത്തിട്ട് കൊച്ചിന് പാല് കൊടുക്കും. ഗ്ലാസ്സിലല്ല, പ്ലേറ്റില്. നീ ഇപ്പൊ പ്ലേറ്റിലാണോ പാല് കുടിക്കണത്? തുമ്പിക്കാ. ഓ പൂച്ചയ്ക്കാ പാല്. ഞാനിങ്ങനെ വിചാരിച്ച് പതിവില്ലാതെ പാലൊന്ന് ചോദിക്കണം എന്താന്ന്. പൂച്ചക്ക് ഇപ്പൊ പാലും നമുക്കൊക്കെ കട്ടൻ ചായയും നല്ല രസമുണ്ട്. പാത്രം വേണ്ടേ പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ? പാത്രമൊക്കെ ഉണ്ടമ്മേ, പാല് ഞാൻ എടുത്ത് കൊടുത്തോളാം.
ലച്ചു ഞാൻ പറഞ്ഞതാണേ. അല്ല അമ്മ അത് പറഞ്ഞപ്പോ ഇവള് ഇവിടെ ഉണ്ടായില്ലല്ലോ. എന്താ ഡേ നിന്നോടാണ് ഇപ്പൊ തുമ്പിനെ കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഞാൻ വരുമ്പോ അതാണ്ട് ഓറിന്റെ ഫ്രണ്ട് നിൽക്കായിരുന്നു, അപ്പൊ എടുത്തിട്ട് വന്നതാ. കൊച്ചേ ആ പൂച്ചനെ കൊണ്ട് അപ്പുറത്തോട്ട് പോയേ ചെല്ല്. ആ നീലമ്മ ഇപ്പൊ വന്ന്. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ വരട്ടെ, പറയണ കേക്ക്. ചെല്ലുന്ന് എന്റെ ഇതാ പറ, സൂക്ഷിക്കണേ നഖമൊന്നും കൊള്ളാണ്ട്. ചേച്ചി പാലുണ്ട് റൂമിൽ വരണേ. ഓ ഉത്തരവ്. ഈ പൂച്ചയുടെ പുറയാണെന്ന് പഠിത്തമൊക്കെ കുഴപ്പമെന്ന് തോന്നണത്. ആര് പാറുവാ? ആ അതിന് അവളെ കേശുവല്ലേ പഠിപ്പിക്കണം. കേശുവിന്റെ ഒരു കഷ്ടം തന്നെ. കേശു ഇപ്പൊ ഒന്നും പഠിക്കണില്ലെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്നാലേ അവനെ ഞാൻ പഠിപ്പിച്ചാലോ? ആ ബെസ്റ്റ്. എന്തായാലും ഒരു പുച്ഛം, ഒരു പ്രായം വരെ അവരെ ഞാനെ പഠിപ്പിച്ചോണ്ടിരുന്നത്. ആ അത് ചെറുതിലല്ലേ, അതുപോലെയാണ് ഇപ്പോ. ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ പഠിപ്പിച്ചോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. അത് വേണോ? എന്ത് വേണമെന്ന് നിന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റൂ? ഞാൻ തന്നെ പഠിച്ചത് കഷ്ടപ്പെട്ടിട്ടാ. എന്താ ഫീസ് അടയ്ക്കാൻ കാശുണ്ടായില്ല? അതല്ല മടിയായിരുന്നെന്ന്. മടിയൊരാൾ എങ്ങനെ കുറെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം പഠിക്കുമായിരുന്നൊക്കെ പറഞ്ഞതാ. നീലമ്മയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് വല്ല മറവിയുടെ അസുഖം വല്ലതും ഉണ്ടോ? ഈ സ്വന്തം പേരിലുള്ള സ്കൂളിൽ പഠിച്ച ആർക്കായാലും നല്ല മാർക്കൊക്കെ കിട്ടും. അതല്ല പറഞ്ഞത്, എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു, പിന്നെ ശരിയായി. അങ്ങനെ ഞാൻ പഠിച്ച് മിടിക്കുകയായത്. ഞാൻ ഭയങ്കര പിടിക്കാണല്ലോ. ഞാൻ അതിന്റെ പേരിൽ ആരും തല്ലുപിടിക്കണ്ട, പോവാപ്പെടുത്തോളൂ. ഞാൻ പഠിപ്പിച്ചോളാം അവനെ. അതായിരിക്കും അവന്റെ ഭാവിക്ക് നല്ലത്. ഏ അവന്റെ ഭാവിക്ക് അതായിരിക്കും നല്ലത്. അത് ഞാൻ പൂച്ചയ്ക്ക് അത് എടുക്കാനെടുത്തതാ. ഇതാണോ? ആ വേറെ പാത്രമൊന്നുമില്ലേ? ഇതാ എന്റെ പാത്രം. എടി ഇതങ്ങ് ഫ്രിഡ്ജ് വെച്ചേ. കൊച്ചേ വെക്ക് അവിടെ, അതോട് വെക്ക്. ആദ്യം പോയി കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക. എന്നിട്ട് 2 ഉള്ളി എടുത്ത് പൊളിച്ചരിഞ്ഞും വെക്ക്. അയ്യോ എന്റെ കൂടെ ഒന്നും ഇല്ല. പോയി ചെല്ല്, അപ്പുറത്തോട്ട് പോ, അവിടെ പോയി കഴുകുക.